ഹലോ വ്യൂവേഴ്സ്, ബ്ലൻഡഡ് ടോക്കിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്ന് കരം വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നോബിൾ ബാബു തോമസ് നായകനായിട്ടുള്ള കരത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും നോബിൾ ബാബു തോമസ് തന്നെയാണ്. ഈ സിനിമയുടെ കഥയിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് മറ്റ് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഒന്ന്, ഈ സിനിമയുടെ സിനിമോട്ടോഗ്രാഫർ ജോമോൻ ടി ജോൺ. എന്റെ പൊന്നെണ്ണ, അന്യായം, ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ ഫ്രെയിമിങ്, അന്യായ സിനിമോട്ടോഗ്രാഫി. നിങ്ങളെ കവച്ചു വെക്കാം മലയാള സിനിമ വേറൊരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല പറയാനായിട്ട്. കാരണം അത്രത്തോളം മനോഹരമായിട്ടാണ് ഓരോരോ ഫ്രെയിമും നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ കുറച്ച് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സിനിമയിൽ. എനിക്കൊന്ന് രാജസ്ഥാൻ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ, ഇന്ത്യയിൽ ഇമാതിരി സ്ഥലങ്ങളുണ്ടോ എന്ന് തോന്നിക്കും. അമ്മാതിരി ഫ്രെയിംസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈ ജോമോൻ ടി ജോണെ കുറിച്ച്. അന്യായമായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ് ഈ ജോമോൻ ടി ജോൺ. ഈ സിനിമയിൽ കഥ നടക്കുന്നതൊക്കെ പുറത്ത് രാജ്യത്താണോ, യൂറോപ്പിലോ അവിടെയൊക്കെ ആയിട്ടാണ് കഥ നടക്കുന്നത്. അപ്പം അവിടെ നടക്കുന്നതൊക്കെ ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന, സിനിമാറ്റോഗ്രാഫി ചെയ്ത് വെച്ചിരിക്കുന്ന പക്ക ഒരു ഹോളിവുഡ് സിനിമ, ഒരു ഇംഗ്ലീഷ് സിനിമ നമുക്ക് എങ്ങനെ കണ്ടാൽ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും, അതേപോലെ അതേ രീതിയിലാണ് കേട്ടോ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്യായമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ, രഞ്ജൻ അബ്രഹാം, ഇതിന്റെ എഡിറ്റർ. ഈ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ടെക്നിക്കലി 100% അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഈ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രഞ്ജൻ അബ്രഹാം അന്യായ എഡിറ്റിംഗ് ആണ് കേട്ടോ. കട്ടൊക്കെ പട്ടപ്പട്ടാ കട്ട് വെച്ചിട്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, നമ്മളെ ഒരു രീതിയിലും മുഷിപ്പിക്കാത്ത രീതിയിലുള്ള അന്യായമായിട്ടുള്ള എഡിറ്റിംഗ് ആണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാൻ റഹ്മാന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. തീര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീര അതുപോലെ ഒരുപാട് വിനീത് ശ്രീനിവാസന്റെ കൂടുതൽ പടങ്ങളിൽ ഈ ഷാൻ റഹ്മാൻ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാറ്. അപ്പൊ ഇതിന് പറ്റിയ ബ്ലെൻഡ് ആകുന്ന അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കേട്ടോ. നല്ലൊരു ആ തിരയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ സീനുകളിലൊക്കെ ആ ഒരു സീനൊന്ന് ഡൗൺ ആകുമ്പോഴത്തേക്ക്, അല്ലെ അത് മാസ് സീനൊക്കെ വളരെ ക്യൂരിയോസിറ്റി വരുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഷാൻ റഹ്മാന്റെ BGM ഒക്കെ ഇങ്ങനെ അടിച്ച് കയറി വരും. ഒരു ഫ്ലോവിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതേപോലെയാണ് കേട്ടോ ഇതിനകത്ത് ഈ പറയുന്ന ഷാൻ റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഈ സിനിമ ടെക്നിക്കൽ വൈസ് നോക്കുവാണെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ബാക്കി ഇനി സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമയ്ക്ക് ഞാൻ വലിയൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് മൂവിയാണ്, വൺ ടൈം വാച്ചബിൾ ആയിട്ട് മൂവിയാണ്. ഞാൻ ഒരുപാട് പേര് ആൾക്കാർ പറയുന്നത് കേട്ട്, എന്തിനാണ് വിനീത് ശ്രീനിവാസൻ ഈ പണി നിർത്തി പോയിക്കൂടെ, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ ആക്ഷൻ സിനിമ ചെയ്യാനുള്ള കഴിവില്ല, അതൊന്നും ചെയ്യേണ്ട, പാസം നിറഞ്ഞ മൂവി ചെയ്താൽ മതി. അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു സീന് ഈ കരം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ തിര, ഇതിലെ ഒരു നല്ല ഒരു സീൻ നിങ്ങൾ ചെയ്ത് കാണിക്കും. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് നിങ്ങൾ വിമർശിക്കാനല്ല, നിങ്ങൾ അതിനെ നമ്മൾ ഓപ്ഷണലായിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിവില്ല എന്ന് നിങ്ങൾ പറയില്ല. കാരണം നിങ്ങളെ കൊണ്ട് ഒരു സീൻ പോലും അങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ല. കാരണം ഈ സിനിമയിൽ ഒരുപാട് അപാകതകളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യം ഇതിനകത്തെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാം. ഫസ്റ്റ്, നോബിൾ ബാബു തോമസ്. എനിക്ക് തോന്നുന്നു മറ്റൊരു സ്റ്റാറിനെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി ഈ സിനിമയ്ക്ക് ഒരു ഇമ്പാക്ട് കിട്ടിയേനെ. കാരണം നോബിൾ ബാബു തോമസിന് ഇത് എടുത്താൽ പൊങ്ങാത്ത ഒരു കഥാപാത്രമായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരൊരു സർക്കിളിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ടായിരിക്കും മിക്കവാറും അദ്ദേഹം തന്നെ നായകനായിട്ട് അഭിനയിച്ചത്. ഇദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. മിലിറ്ററിയിൽ നിന്ന് പിന്നെ കോർട്ട് മാർഷൽ ചെയ്ത് ചില കാരണങ്ങൾ കൊണ്ട് പുറത്തു വരേണ്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രോബ്ലംസ്, ഈ മിലിറ്ററി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇന്നർ ലെയറുള്ള, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറാണ് നോബിൾ ബാബു തോമസ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളിക്ക് ഒരുപാട് എക്സ്പ്രഷൻസ്, ഒരുപാട് വികാരങ്ങളൊക്കെ കാണിക്കേണ്ട, ഒരുപാട് മുഖത്ത് മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമയിൽ അങ്ങനെ വേണം ചെയ്തു വെക്കാനായിട്ട്. അതിലൊക്കെ നോബിൾ ബാബു തോമസ് എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിയായ സംശയമുണ്ട്. കാരണം അത്രത്തോളം എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആക്ഷൻ സീക്വൻസിലേക്ക് വരുമ്പോൾ നോബിൾ ബാബു തോമസിന്റെ മറ്റൊരു ഹെവി ക്യാരക്ടർ, മറ്റൊരു ഹെവി സ്റ്റാർ ആയത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ ഇനിയും ഒരുപാട് മുകളിലോട്ട് പോയേനെന്ന് എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ നോബിൾ ബാബു തോമസ് മോശമായി ചെയ്തു എന്നല്ല പറയുന്നത്. നമ്മൾ ആ ഒരു മാസ് പരിവേഷം വെച്ച് നോക്കുമ്പോൾ അത്രത്ത് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ രണ്ടാമത് ഇത് പറയേണ്ട ബാബുരാജ്.
എന്റെ പൊന്നെണ്ണ ബാബുരാജണ്ണ, നിങ്ങൾ എന്തിനാ വേറെ ലാംഗ്വേജിൽ പോയിട്ട് സൈഡ് റോൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു റോൾ ചെയ്ത് രണ്ടാമത്തെ റോളിൽ വെടിയുണ്ടോ കുത്തുണ്ടോ ചാകാൻ വേണ്ടി നിൽക്കുക? നിങ്ങൾ മലയാളത്തിലോട്ട് പോവാ, നമ്മൾ കാണാൻ റെഡിയാണ്. ബാബുരാജ് ഒരു രക്ഷയില്ലോട്ടോ, അന്യായ കോമഡി റോളാണ്. ഒരു കാർ ചേസ് ഒക്കെ ഉണ്ട്, നമ്മൾ ചിരിച്ച് ഈ സിനിമ ഒന്ന് ഡൗൺ ആകുമ്പോൾ ഈ സിനിമയെ പിടിച്ചു നിർത്തുന്ന ബാബുരാജിന്റെ ഒരു വൺ മാൻ ഷോ ആണ് കേട്ടോ ഈ പടം എന്ന് പറയാം. കാരണം അന്യായ സീനാണ് കേട്ടോ, ചിരിച്ച് നമ്മൾ ഒരു വഴിക്കായി പോകും. ബാബുരാജിന്റെ പഴയ കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. ബാബുരാജിനോടാണ് ഞാൻ ഈ പറയുന്നത്, പൊന്ന് ബാബുരാജാണ്, നിങ്ങൾ തെലുങ്കിൽ പോയിട്ടും പിന്നെ തമിഴിലൊന്നും പോയിട്ട് ഇടികൊണ്ട് ചാകുന്നു അല്ലെ വെടികൊണ്ട് ചാകുന്നു അല്ലെ നായകന്റെ പുറകെ മണം പറ്റി നടക്കുന്ന റോളൊന്നും ചെയ്യാൻ നിൽക്കില്ല. നിങ്ങൾ മലയാളത്തിലേക്ക് വരും, നിങ്ങൾക്ക് ഒരുപാട് റോളുകൾ ഇവിടെ ഉണ്ട്, ഇതുപോലെയുള്ള റോളുകൾ ചെയ്യാം. നല്ല എല്ലാവരും അംഗീകരിക്കും. അടിപൊളിയായിട്ട് ബാബുരാജ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെയുള്ളത് മനോജ് കെ ജയനാണ് കേട്ടോ. മനോജ് കെ ജയൻ കുഴപ്പമില്ല, തരക്കേടില്ല. മനോജ് കെ ജയൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൂസിഫർ ലാലേട്ടൻ പറയുന്ന പോലെ കയറി വാടാ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നു. മനോജ് കെ ജയനും അടിക്കുന്നുണ്ട്, കലാഭവൻ ഷാജോണും അടിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്ത കൂടുന്ന ഒരു പരിപാടിയല്ല. വിനീത് ശ്രീനിവാസനും കൂടെയാണ് മാസ് ആകാം, പക്ഷേങ്കിൽ തന്നോളം പോന്നവന്റെ കയ്യിൽ മാസ് വേഷം കൊടുക്കണം എന്ന് പറയാറില്ലേ, അത് ഇവരെ കൊണ്ട് പറ്റില്ല. ഷാജോണും ഉണ്ട്, ഈ പറയുന്ന പോലെ മനോജ് ഗജേനും ഉണ്ട്. ഇവർ രണ്ടര മാസ് സീനുകൾ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ അവർക്ക് കൊടുത്ത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന അങ്ങനത്തെ കുറെ ഡയലോഗൊക്കെ ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. അത് കാണിക്കുമ്പോൾ നമുക്ക് ലാലേട്ടനെ ഓർമ്മ വരും. പക്ഷെ പുള്ളിയുടെ ഒരു സംഭവമൊന്നും ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ കുറച്ച് ക്രിഞ്ചൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. വിനീത് ശ്രീനിവാസൻ മൂവിയാണ്, അതിൽ സ്വാഭാവികമായിട്ട് ക്രിഞ്ച് കാണുമെന്നറിയാം. എങ്കിലും പക്ഷെ കുറച്ച് ക്രിഞ്ച് സീനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. എന്നാലും വലിയ ഒരു തെറ്റില്ല. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മിലിറ്ററി കാര്യങ്ങളും ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിനൊന്നും വലിയൊരു പഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ നീറ്റായിട്ട് ഈ പടം പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ മോശമായ രീതിയിലൊന്നും എത്തിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ, പുള്ളി അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പുള്ളി ഒരു കൊടൂര വില്ലൻ, ഒരു വൻ ഹൈപ്പ്, ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കൊടൂര വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാണ് അല്ല ഐഎസ്എല്ലിന്റെ കോച്ചാണെന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മളങ്ങോട്ട് നമ്മുടെ ചിന്ത പോലും എത്തുമല്ലോ. ആ രീതിയിൽ ഈ ഇവാൻ ഈ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഏകദേശം അത്യാവശ്യം നല്ല ടൈമിംഗ് ഉള്ള വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നേരം ഉണ്ട് അദ്ദേഹം സ്ക്രീനിൽ. പക്ഷെ കൊടുത്ത വേഷം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അറിയുന്ന ഒരു സാഹിബിനെ വേണം ഇതിൽ, ഫോറിനറെ വേണം ഇതിൽ കാസ്റ്റ് ചെയ്യാന്നുള്ളത്. അത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇവാനെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല, വളരെ നല്ല കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ പറയുന്ന ശ്വേതാ മേനോനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. അവരുടെ ആക്ടിങ് കണ്ടിട്ട് മാസ് പരിവേഷമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് അത്യാവശ്യം ഒരു കോമഡി പീസ് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് സിനിമ കണ്ടിട്ട് ശ്വേതാ മേനോനെ കുറിച്ച് തോന്നിയിട്ടില്ല. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് അവരുടെ ആക്ടിങ് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ വേറൊരാളുണ്ട്, വേറൊരു ലേഡി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ആൻഡ്രേ മറിയം അങ്ങനെ എങ്ങാനാണ് അവരുടെ പേര്, കറക്റ്റ് ഓർമ്മയില്ല. അവർ അത്യാവശ്യം വെട്ടിപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. ഈ പറയുന്ന പോലെ ഇവാനും ഈ മറിയവും രണ്ടുപേരും വളരെ കൊടുത്ത വേഷം വളരെ വൃത്തിക്ക് മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സിനിമയിൽ എടുത്തു പറയേണ്ടത് ബാബുരാജിന്റെ കൂടെ ഈ രണ്ടാളുടെ റോളും കൂടെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് രേഷ്മ സെബാസ്റ്റ്യനാണ്. ഇതിനുള്ളിലെ ഈ സിനിമയിലെ മറ്റൊരു ഹീറോയും കൂടിയാണ്. രേഷ്മ സെബാസ്റ്റ്യൻ അത്യാവശ്യം കൊടുത്ത വേഷം മോശമല്ലാണ്ട് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. തിരക്കേടില്ലാതെ നല്ല രീതിയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലേക്ക് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൺ ടൈം വാച്ചബിൾ ആണ് ഈ മൂവി. ഞാൻ വലിയ സംഭവം എന്ന് പറയുന്നില്ല, പക്ഷെ തിരയാണോ ഈ കരവാണോ സൂപ്പർ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും തിരയാണ് അടിപൊളി മൂവിന്ന്. പക്ഷെ തിരയുടെ ഒരു റേഞ്ചിലോട്ട് ഈ സാധനം എത്തിച്ചിട്ടില്ല. പക്ഷെ മോശമല്ല, ഒരിക്കൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊടുത്ത കാശ് നിങ്ങൾക്ക് വേസ്റ്റ് ആയെന്ന് ഒരിക്കലും തോന്നില്ല. ആ ലെവലിൽ കരം വിനീത് ശ്രീനിവാസൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾ പേഴ്സണലി കണ്ടിട്ട് തീരുമാനിക്കാം. അതിന് കൂടെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഈ സിനിമ തിയേറ്ററിക്കൽ വാച്ചാണ്, തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട, അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ കരം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ OTT വരുമ്പോൾ ചിലപ്പോൾ കണ്ട ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നിങ്ങൾക്ക് ആ ഷാൻ റഹ്മാന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ഈ ജോമോൻ ടി ജോണിന്റെ സിനിമോട്ടോഗ്രാഫിയും രഞ്ജൻ എബ്രഹാമിന്റെ എഡിറ്റും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു എന്താ പറയണ്ടത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ആ ഫീൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള, നല്ല പ്രൊജക്ടർ ഒക്കെ ഉള്ള തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. ഒരു ഹോളിവുഡ് പട്ടം മോഡലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ തിരക്കഥയിൽ ഒരുപാട് പോരായ്മകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തിരക്കഥ അത്ര വലിയ കെട്ടറപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്ഥിരം കണ്ട് നമ്മൾ ഒന്നും പ്രിഡിക്റ്റബിൾ ആയിട്ടാണ് കേട്ടോ ഈ സിനിമ മൊത്തം. നമുക്കൊന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊന്നും ഈ സിനിമയിലില്ല.
ട്വിസ്റ്റ് വരുന്നതും ത്രില്ലിംഗ് സീനുകളും ഒക്കെ നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സീനുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സംഭവം എന്നൊന്നും നമുക്ക് തോന്നുകയില്ല. പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഹോളിവുഡ് മേക്കിംഗ് ആണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ എമ്പുരാനിലൊക്കെ കണ്ടില്ല, മേക്കിംഗ് വൈസ് അടിപൊളിയായിരുന്നു, പക്ഷെ സ്റ്റോറി വൈസ് വരുമ്പോൾ കുറച്ച് ഡൗൺ ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ നോബൽ ബാബു തോമസിന് ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരു വലിയൊരു ഹെവി ആക്ട് പിന്നെ ഈ ക്യാരക്ടർ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ, അത്ര ഒരു മാസ് ക്യാരക്ടർ എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ആ സ്ക്രീനിലുള്ള ആ ഒരു ഓറയൊക്കെ ഉണ്ടല്ലോ ഈ മാസ് പരിവേഷം ചെയ്യുമ്പോൾ വരുന്നതൊക്കെ, പിന്നെ അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഒരു ഫുൾ ടൈം ഇടി കൊള്ളുന്ന ഒരു ക്യാരക്ടർ, ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഇടി കൊള്ളുന്ന ഒരു പോലീസ് പട്ടാളക്കാരനായിട്ടാണ്. പക്ഷെ പട്ടാളത്തിൽ നിന്ന് പോയ ശേഷം അദ്ദേഹം ആ ഒരു ഈ പറയുന്ന ഫിസിക്കൊക്കെ തകർന്നു വന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ വിനീത് ശ്രീനിവാസൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ പടം നോക്കുമ്പോൾ ടോട്ടലി കൊള്ളാം, അത്യാവശ്യം വൺ ടൈം വാച്ചബിളാണ്. അതുകൊണ്ട് ഈ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂ മാത്രം കേട്ട് നിങ്ങൾ പോകാതിരിക്കേണ്ട. നിങ്ങൾ പേഴ്സണലി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾക്കത് മോശം പടം എന്നുള്ള ഫീൽ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും ഈ സിനിമ. ചില സമയം ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ബിൽഡ് ചെയ്യുന്നതും പിന്നെ ഈ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ റിവൈൻഡ് ചെയ്ത് അങ്ങനെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ആണ് നമ്മുടെ തിരയിൽ കണ്ട പോലെ തന്നെ പ്രസന്റിൽ നടക്കുന്നതല്ല, പാസ്റ്റിലും പ്രസന്റുമായിട്ട് മിക്സ് ചെയ്ത് ഒരു എഡിറ്റിംഗ് രീതിയും അങ്ങനത്തെ സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് അത്ര വലിയ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ആവറേജ് വാച്ചിങ്. സെക്കൻഡ് ഹാഫ് ഒന്നുകൂടെ വരുമ്പോൾ കുറച്ച് എനർജി വരുന്നുണ്ട്, ആ സിനിമയ്ക്ക് കുറച്ച് ബിൽഡപ്പ് വരുന്നുണ്ട്. മൊത്തത്തിലൊരു നല്ലൊരു സിനിമയാണ്, വൺ ടൈം വാച്ചബിൾ. അതിന് മുകളിൽ ഞാനൊന്നും പറയുന്നില്ല. ചില ക്യാരക്ടറുകളൊക്കെ വളരെ മോശമായിട്ട് തോന്നി, പക്ഷെ അത്യാവശ്യം നല്ലൊരു മൂവിയാണ്. കുറച്ചുകൂടെ ഈ തിരക്കഥയ്ക്ക് കുറച്ചുകൂടെ കെട്ടുറപ്പ് ഉണ്ടാക്കാമായിരുന്നു. സ്ഥിരം നമ്മൾ വിനീത് ശ്രീനിവാസനെ കാണാൻ തമിഴ്നാട് പാസം, ചെന്നൈ പാസം, അല്ലെങ്കിൽ ചേട്ടൻ പാസം, അനിയൻ പാസം, ഈ പറയുന്ന പോലെ ലവർ പാസം, അതൊക്കെ കുറച്ച് വിട്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പാസം മൊത്തത്തിൽ വിട്ടുപിടിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. ഇതിൽ കുറച്ച് പാസമൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ പാസം ഇല്ലാണ്ടൊരു സിനിമ ഓടില്ല. സിനിമയ്ക്ക് ഉള്ളിൽ പാസം വേണം. അത് ഫാമിലി പാസമാണെങ്കിലും ചേട്ടൻ അനിയൻ പാസമാണെങ്കിലും ലവർ പാസമാണെങ്കിലും ഹസ്ബൻഡ് വൈഫ് പാസമാണെങ്കിലും പാസം വേണം ഒരു സിനിമയ്ക്ക്. പാസം നിർബന്ധമാണ്. അല്ലാതെ ഒരു സിനിമ ഈ പറയുന്ന ഇമോഷണൽ ഫീലിംഗ് ടച്ചിങ് ഇല്ലാതെ ഒരു സിനിമ വർക്കാവില്ല. പക്ഷെ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഓവറാക്കാനും ക്രിഞ്ചാക്കാനും പാടില്ല. പക്ഷെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കായിരുന്നു, തിരക്കഥയ്ക്ക് കുറച്ചുകൂടെ കെട്ടുറപ്പ് കൊടുക്കായിരുന്നു. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, സിനിമ മൊത്തത്തിൽ വൺ ടൈം നിങ്ങൾക്ക് ഈ ധൈര്യമായിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. നല്ല തിയേറ്റർ പോയി നോക്കുക, നിങ്ങൾ OTT വരാൻ വെയിറ്റ് ചെയ്യരുത്. അത്യാവശ്യം കാണാൻ താല്പര്യമുള്ളവർ, വിനീത് ശ്രീനിവാസ മൂവി ഇഷ്ടമുള്ളവർ, തിര എന്ന മൂവിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർ, അത്രയും പേരില്ലെങ്കിലും ആ ഒരു ലെവൽ ഓഫ് മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയി കാണാം. കാരണം തിയേറ്ററിൽ പോയി കണ്ടാൽ അതിന്റെ BGM സ്കോറും അതുപോലെ തന്നെ ഈ പറയുന്ന സിനിമോട്ടോഗ്രാഫിയും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ വൺ ടൈം വാച്ചബിളാണ്, നിരാശപ്പെടുത്തില്ല നിങ്ങളെ, പക്ഷെ വലിയൊരു വാവ് ഫാക്ടർ നൽകുകയുമില്ല.